ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടുപിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇതിൽ ആരോപണ വിധേയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. ജപ്പാൻ. ഉന്മേഷ്, വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്ന ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല അതിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കണ്ടെത്താൻ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. അതുൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങും. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.